ശ്രീ പ്രകാശ് ബാരെ, നോക്കൂ, ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് വിചാരണ കോടതി ആദ്യത്തെ ഹർജി തള്ളിയത്. അതിനെതിരായിട്ടുള്ള അപ്പീൽ കൂടിയാണ് പിന്നീട് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഇത് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ ആ വാചകം മലയാളത്തിൽ വായിച്ചു, ഇംഗ്ലീഷിൽ താങ്കൾക്ക് ഞാനത് അയച്ചു തന്നിട്ടുണ്ട്, താങ്കൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിനൊരു ക്യാരക്ടറുണ്ട്. ആ പറയുന്ന ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത യിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ജഡ്ജിമെൻറ്റിനൊരു ക്യാരക്ടറുണ്ട്, അതിനൊരു ഉദ്ദേശവുമുണ്ട്. പക്ഷെ അതൊരു തുടർച്ചയാകരുത് എന്ന് കരുതി DGP കോടതിയിൽ പറയുകയാണ് ഈ പരാമർശങ്ങൾ അപകടകരമാണ് എന്ന്. അത് നിങ്ങളെ സ്വാധീനിക്കരുത്. അതായത് ഞാൻ തന്നെ എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റിലെ പരാമർശങ്ങൾ എന്നെ സ്വാധീനിക്കരുത്. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എഴുതിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദിലീപിന് ജാമ്യം റദ്ദ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. അതെന്നെ സ്വാധീനിക്കരുത് എന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതി പക്ഷേ ശരിയാണ്, കേസിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. കൂടുതൽ ലിറ്റിഗേഷൻ, കൂടുതൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. മാത്രമല്ല, നേരത്തെ ഇവിടെ ശ്രീ പ്രിയദർശൻ തമ്പി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു ആവശ്യകത അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ ഒരുപക്ഷെ ആ പ്രതീതി പ്രോസിക്യൂഷനും ജനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള മൂല ജഡ്ജ്മെൻറ്റ്, വിചാരണ കോടതിയുടെ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് ആ നിലയിലൊരു സ്വഭാവം കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ തെളിവ് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്കൊരു സന്ദേശം നൽകുന്നുണ്ടോ? തീർച്ചയാണ്. ഇന്നത്തെ ചർച്ചയിൽ അഡ്വക്കേറ്റ് മിനി പറയുന്നത് കേട്ടപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ആംഗിളിലേക്ക് പോകുന്നതിന്. അല്ലെങ്കിൽ ഈ വിധി കേട്ടപ്പോഴും ഈ വിധി വായിച്ചപ്പോഴും വളരെയധികം നിരാശയാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് ഇത്രയും കാലം അതിന് മേലെ ഇരുന്നിട്ട് ഇപ്പോഴ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യത്തിൻ്റെ ഒന്നും മെറിറ്റിലേക്ക് കടക്കുന്നില്ല. കാരണം കേസ് കഴിയാറായി. ആ താഴത്തെ കോടതി കേസ് കഴിഞ്ഞിട്ട് വിധി പറഞ്ഞിട്ട് പിന്നെ നോക്കാം എന്ന് പറയുന്നത്, കേസ് ഒരു മുട്ടുശാന്തി പോലെ എന്തെങ്കിലും ഇങ്ങനെ കഴിഞ്ഞു പോവുക എന്നല്ലാതെ ശരിയായ രീതിയിൽ കഴിയുന്നതിനെ പറ്റി കൺസേൺഡ് ആയ ഒരു കോടതിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് പിന്നെ ഈ വിധി വായിച്ചു കഴിഞ്ഞാൽ ഈ കോടതിക്ക് ആരോടാണ് ഒരു ലീനിയൻസി ഫീൽ ചെയ്യുന്നതെന്ന് എന്നാണ് നിങ്ങൾ വിചാരിക്കുക? എൻ്റെ കണക്കിൽ അക്യൂസ്ഡിനോട് ഭയങ്കര ലീനിയൻസി കാണിച്ചിരിക്കുന്ന ഒരു വിധിയായിട്ടാണ് എനിക്ക് വായിക്കാൻ പറ്റുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ വിക്ടിമിന്റെ കൂടെ നിൽക്കുന്ന ഈ നാടും വളരെ മാതൃകാപരമായ ഒരു ശിക്ഷ ഇവിടെ നടപ്പാക്കണം എന്ന് വിചാരിച്ച് ഈ കേസിന്റെ പിറകെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും നിരാശ ഉണ്ടാകുന്ന ഒരു വിധിയാണിത്. ഈ വിധിയുടെ പ്രാക്ടിക്കൽ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഉണ്ടായിരുന്ന പ്രതിലോമകരമായിട്ടുള്ള ഈ റെഫറൻസുകളെ കംപ്ലീറ്റ്ലി നെഗേറ്റ് ചെയ്തിട്ട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഹൈക്കോർട്ടിന് ഈ വിചാരണ കോടതിക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു അവസരമായിരുന്നു. അത് അവർ കൊടുത്തിരുന്നെങ്കിൽ നാശിച്ചു പോവുകയാണ്. ഇടവേളയാണ്. നമുക്ക് എല്ലാ അതിഥികളിലേക്കും വളരെ വേഗത്തിൽ